ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. വളരെ ധീരനാണ്. പരിശീലകരോട് യുദ്ധത്തിനൊരുങ്ങാൻ പൊതുവെ യോദ്ധാക്കൾ പോലും മുതിരാറില്ല. പരാജയ ഭീതി ഏവരെയും തളർത്തും. ഈ യുവാവ് ഒരു നാൾ അതിശക്തനാകും, അതിലൊട്ടും സംശയം വേണ്ട. ഉള്ളിൽ എന്ത് ഭയമുണ്ടായാലും വെല്ലുവിളി നേരിടാൻ അവൻ തയ്യാറാണ്. ഇത് വളരെ പ്രശംസനീയമാണ്. എല്ലാ വിദ്യാർത്ഥികൾക്കും ഇത്തരം ധൈര്യം ഉണ്ടാകേണ്ടത് വളരെ പ്രധാനമാണ്. ധാത്രി ചിന്തിച്ചു. ആലോചിച്ചുകൊണ്ട് അവൾ തന്റെ ചാട്ട നിലത്ത് ശക്തിയായി അടിച്ചു. അതിൽ നിന്നും വെള്ളം തെറിക്കാൻ തുടങ്ങി. എന്നിട്ട് തല ഉയർത്തി അമരനെ നോക്കി പുഞ്ചിരിച്ചു. നമുക്ക് പോരാട്ടം ആരംഭിച്ചാലോ? അവൾ പറഞ്ഞു. അമരൻ സമ്മതം എന്ന് തലയാട്ടി അറിയിച്ചു. ഇതാദ്യമായാണ് അതിശക്തയായ ഒരു സ്ത്രീയുമായി മത്സരിക്കുന്നത് എന്നതിനാൽ അമരൻ അല്പം പരിഭ്രാന്തനായിരുന്നു. അമരനെ സഹായിക്കാൻ വരുണമിത്രൻ കൂടെ ഉണ്ടായിരുന്നെങ്കിലും ഈ പോരാട്ടം തനിയെ നേരിടേണ്ടി വരുമെന്ന് അമരന് നന്നായി അറിയാമായിരുന്നു. അതേസമയം ജാനകി പരിഭ്രമത്തോടെ രണ്ടുപേരെയും നോക്കി. മത്സരത്തിന്റെ ഫലം എന്തായിരിക്കുമെന്ന് ഏകദേശ ധാരണയുണ്ടായിരുന്നതിനാൽ പരിഭ്രമം അവളുടെ മുഖത്ത് പ്രകടമായിരുന്നു. ജാനകി, നിനക്ക് എന്തു പറ്റി? വിമലാദേവി ചോദിച്ചു. എല്ലാത്തിനും കാരണം ഈ അമരനാണ്. അവൻ കാരണം ഇപ്പോൾ ഇതാ ഗുരുനാഥ പോലും പോർക്കളത്തിൽ ഇറങ്ങിയിരിക്കുന്നു. എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് എനിക്ക് മുൻകൂട്ടി തന്നെ കാണാൻ കഴിയുന്നുണ്ട്. അതറിയുമ്പോൾ ഞാൻ പിന്നെ എങ്ങനെ സമാധാനമായിരിക്കും? അതോർക്കുമ്പോൾ തല പൊട്ടിത്തെറിക്കുകയാണ്. ജാനകി വിലപിച്ചു. അതിൽ നീ ഇപ്പോൾ വിഷമിച്ചിട്ടെന്ത് കാര്യം? കാര്യങ്ങളൊന്നും നമ്മുടെ കയ്യിലല്ലല്ലോ. സമാധാനമായി അവിടെ നടക്കുന്നത് എന്തെന്ന് നോക്ക്. അത് മാത്രമേ ഇനി നമുക്ക് ചെയ്യാനാകൂ. അത് മാത്രമല്ല, നമുക്ക് ചെയ്യാൻ കഴിയുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. ആത്മാർത്ഥമായി അമരൻ ജയിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക, വിമല പറഞ്ഞു. അതിനിടയിൽ രഘുനന്ദൻ അമരനെ പരിഹാസത്തോടെ കളിയാക്കാൻ തുടങ്ങി. നമ്മുടെ ഗുരുനാഥയോട് മത്സരിക്കാൻ മാത്രം ധൈര്യമുണ്ടോ ഈ അമരന്? ധാത്രിയമ്മ സാധാരണ ഒരു പരിശീലകയല്ല. പഞ്ചനക്ഷത്ര ശക്തിയോട് കൂടിയ മഹായോഗിയായ അതിശക്തയാണ്. അവരോട് പോയി ജയിക്കാൻ കഴിയുമോ ഈ നിസാരമായ യുവാവിന്? അവൻ ഒരു വിഡ്ഢിയാണ്. അവനൊരു മഹാനായ നായകനാണെന്നാണ് അവന്റെ വിചാരം. രഘുനന്ദൻ അമരനെ പരിഹസിച്ച് ചിരിച്ചു. രഘുനന്ദന്റെ ജൽപ്പനം ജാനകിയുടെ ചെവിയിലെത്തി. ഉടനെ അവൾ രഘുനന്ദനെ നോക്കി പറഞ്ഞു. നീ എന്താ പറഞ്ഞേ? ഇനി നീ അമരനെ പറ്റി മോശമായി എന്തെങ്കിലും പറഞ്ഞാൽ? ദേഷ്യത്തോടെ ജാനകി രഘുനന്ദന് നേരെ അലറി. ജാനകിക്ക് അമരനോടുള്ള ശ്രദ്ധ കണ്ടപ്പോൾ രഘുനന്ദന് അമരനോട് വല്ലാതെ അസൂയ തോന്നി. എന്താണ് ജാനകി, ഇപ്പൊ എന്തിനാ നീ എന്നോട് ദേഷ്യപ്പെടുന്നത്? ഞാൻ പറയുന്നത് സത്യമല്ലേ? അവൻ നമ്മുടെ ധാത്രി അമ്മയെ എതിർക്കാൻ മാത്രം ധൈര്യം കാണിച്ചിട്ടല്ലേ ഞാൻ അങ്ങനെ പറഞ്ഞത്? രഘുനന്ദൻ അവളോട് പറഞ്ഞു. കോപത്താൽ ചുവന്നു തൊടുത്ത മുഖത്തോടു കൂടി ജാനകി രഘുനന്ദനെ നോക്കി അലറി. അവനെ കുറിച്ച് പറയാൻ നീ ആരാണ്? നിനക്ക് എന്ത് അവകാശം? വിദ്യാർത്ഥികളെ കുറിച്ച് തെറ്റായി സംസാരിക്കാൻ നിനക്ക് ആരാണ് അധികാരം തന്നത്? നിന്നെ പോലുള്ള ആളുകൾ മുഖത്ത് നോക്കി ഒരു രീതിയിൽ പെരുമാറും, എന്നിട്ട് പിന്നിൽ പോയി മറ്റൊരു രീതിയിൽ സംസാരിക്കും. നിങ്ങൾക്ക് രണ്ട് മുഖങ്ങളുണ്ട്. നിങ്ങൾ ഒരു നാട്യക്കാരനാണ്. ഞാൻ ശരിക്കും നിന്നെ വെറുക്കുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം നീ ഈ നിമിഷം മരിച്ചു, ജാനകി വികാരധീനയായി പറഞ്ഞു. ജാനകിയുടെ ഈ തുറന്നു പറച്ചിൽ ചുറ്റുമുള്ളവരെ അമ്പരപ്പിച്ചു. അവിടെയുള്ള ഏവർക്കും ദീർഘകാലമായി ജാനകിയെ അറിയാവുന്നതാണ്. അവൾ ഇത്രയും കഠിനമായ ഒരു തുറന്നു പറച്ചിൽ നടത്തുമെന്ന് ആരും കരുതിയിരുന്നില്ല. അവളുടെ സംസാരം കേട്ട് രഘുനന്ദന് വല്ലാതെ ദേഷ്യം വന്നു. അവൻ ദേഷ്യത്തോടെ തന്റെ നോട്ടം അമരന്റെ നേർക്ക് തിരിച്ചു. അപ്പോൾ പോർക്കളത്തിൽ അമരൻ ധാത്രിയുടെ ആക്രമണങ്ങൾ ചെറുക്കാൻ മുതിരുകയായിരുന്നു. രഘുനന്ദന് അമരനോടുള്ള വെറുപ്പ് അധികരിച്ചു. അതേസമയം മൈതാനത്ത് നിന്ന അമരൻ ധാത്രിയെ വളരെ സൂക്ഷ്മമായി വീക്ഷിക്കുകയായിരുന്നു. ധാത്രിയമ്മയുടെ ശക്തിയും വേഗതയും അനുഭവ പരിചയവും താൻ മുമ്പ് പോരാടിയ ആളുകളെക്കാളും മികച്ചതാണെന്ന് അമരന് നന്നായി അറിയാമായിരുന്നു. അവൻ തന്നെ തുറച്ചു നോക്കുന്നത് കണ്ട ധാത്രി പുഞ്ചിരിച്ചുകൊണ്ട് വായുവിലേക്ക് കൈവീശി. മാളത്തിൽ നിന്നും പുറത്തേക്ക് വരുന്ന പാമ്പിനെ പോലെ അവരുടെ കയ്യിലെ ചാട്ട വേഗത്തിൽ അമരന്റെ അടുത്തേക്ക് നീങ്ങി. പിന്നെ ചാട്ടുളി അമരന്റെ അടുത്തെത്തിയപ്പോൾ അതിന്റെ പ്രഹരത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാനായി അമരൻ ഇടതുവശത്തേക്ക് ചാടി. അവൻ 2 പ്രാവശ്യം തറയിലൂടെ മറിഞ്ഞ് വീണ്ടും ചാടി എഴുന്നേറ്റു. അമരൻ ധാത്രി അമ്മയുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. എന്നാൽ ചാട്ടുളി നിലത്ത് വീണിടത്ത് ഈർപ്പമുണ്ടായിരുന്നു. ഒരു കൂട്ടം പാമ്പുകളുടെ പാടുകൾ പോലെ നിലത്ത് ചട്ട
അമർന്ന പാടുകൾ കാണപ്പെട്ടു. ഈ ആക്രമണം ഒഴിവാക്കിയ ശേഷം അമരൻ ധാത്രിക്ക് നേരെ നീങ്ങി. എന്നിട്ട് വേഗം അവരുടെ അടുത്തേക്ക് ചാടി. ആ സമയം അമരൻ വില്ലിൽ നിന്ന് തൊടുത്ത അസ്ത്രം പോലെ വായുവിലൂടെ അതിവേഗം നീങ്ങിക്കൊണ്ടിരുന്നു. കണ്ണിമ വെട്ടുന്ന നേരം കൊണ്ട് അമരൻ ധാത്രിയുടെ അടുത്തെത്തി. അപ്പോൾ അമരന് നേരെ ഒരു നീലപ്രകാശം പതിച്ചു. അവൻ പെട്ടെന്ന് നിലത്ത് വീണു. ഉടൻ എഴുന്നേറ്റ് നിന്ന് അവൻ തന്റെ കൈ നിലത്തടിച്ചു. അവന്റെ കയ്യിൽ നിന്ന് മഞ്ഞ പ്രകാശം നിലത്തേക്ക് പ്രവഹിച്ചു. അമരൻ ഉടനെ വായുവിലേക്ക് ഉയർന്നു. വായുവിൽ പൊങ്ങിക്കിടക്കുന്ന അമരൻ തന്റെ ശരീരം വേഗത്തിൽ കറക്കാൻ തുടങ്ങി. തന്റെ കയ്യിലിരുന്ന ഇരുമ്പുവാൾ ധാത്രിക്ക് നേരെ എറിയാൻ അവൻ വേഗത ഉപയോഗിച്ചപ്പോൾ അവന്റെ ഭ്രമണ വേഗത കൂടിക്കൊണ്ടിരുന്നു. ശക്തിയാൽ പൊതിഞ്ഞ വാൾ മിന്നൽ വേഗത്തിൽ വായുവിനെ കീറി മുറിച്ച് ധാത്രിയെ ലക്ഷ്യമാക്കി നീങ്ങിത്തുടങ്ങി. തന്റെ നേരെ വരുന്ന വാൾ കണ്ട് ധാത്രി അവളുടെ കൈത്തണ്ടയിൽ തട്ടി ചാട്ടകൊണ്ട് മുന്നിൽ നീല മതിൽ രൂപപ്പെടുത്തി. ഇരുമ്പുവാൾ അതിലിടിക്കുകയും ചെയ്തു. അതിനു പുറമെ ആ ശക്തമായ മതിലിൽ ഇടിച്ച ശേഷം വാൾ ചെറിയ കഷ്ണങ്ങളായി മാറി. നിലത്ത് കിടക്കുന്ന വാളിന്റെ കഷ്ണങ്ങൾ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് ധാത്രി അടുത്ത ആക്രമണത്തിന് തയ്യാറായി. ചിതറിക്കിടന്ന വാളിന്റെ കഷ്ണങ്ങൾ പെട്ടെന്ന് വായുവിലേക്ക് പറന്നു. തുടർന്ന് ഒരു അദൃശ്യ ശക്തിയുടെ സഹായത്തോടെ ഒരുമിച്ച് സമാഹരിച്ചപ്പോൾ മുഴുവൻ വാളിനേക്കാൾ ഉയർന്ന വേഗതയിൽ കഷ്ണങ്ങൾ വായുവിലൂടെ പറന്നു. അത് അമരന്റെ അടുത്തേക്ക് വേഗത്തിൽ നീങ്ങിയപ്പോൾ അമരൻ പുഞ്ചിരിച്ചുകൊണ്ട് തന്റെ ശക്തികൾ എതിർവശത്തേക്ക് പ്രയോഗിച്ചു. അമരന്റെ ഈ ആക്രമണത്തോടെ നിലത്തുണ്ടായിരുന്ന വാളുകളും ഉരുളൻ കല്ലുകളും പൊടിപടലങ്ങളുമെല്ലാം ഒരുമിച്ചുകൂടി ധാത്രിയെ ലക്ഷ്യമാക്കി നീങ്ങിത്തുടങ്ങി. ഇരുവശത്തു നിന്നുമുണ്ടായ ആ ആഘാതത്തിൽ അവയെല്ലാം വേഗത്തിലാക്കി ധാത്രിയെ ലക്ഷ്യമാക്കി മിന്നൽ വേഗതയിൽ അത് പാഞ്ഞു. ഇത് കണ്ട ധാത്രി അമരന്റെ ബുദ്ധിയിൽ ആകൃഷ്ടനായി. ഈ യുവാവ് ശരിക്കും അത്ഭുതകരമാണ്, അവൾ ചിന്തിച്ചു. 2 ദിശകളിൽ നിന്നും ഊർജമെത്തിക്കാൻ അവൻ പഠിച്ചത് കണ്ടപ്പോൾ ധാത്രി വളരെ ആശ്ചര്യപ്പെട്ടു. അത് മഹായോഗി തലത്തിലുള്ളവർ മാത്രം പ്രയോഗിക്കുന്ന വിദ്യയാണ്. ചിലർക്ക് വിദ്യ അറിഞ്ഞിട്ടും കാര്യമില്ല. അത് ശരിയായ നേരത്ത് ശരിയായ രീതിയിൽ പ്രയോഗിക്കാനും അറിയണം. ധാത്രി ഉടൻ തന്നെ തന്റെ മറ്റേ കൈകൊണ്ട് ശക്തികൾ പുറത്തെടുത്തു. എന്നിട്ട് അതിവേഗത്തിൽ ശക്തികളെ വട്ടമിട്ട് ജലവാതായന വിദ്യ എന്നലറി. ധാത്രിയുടെ കയ്യിൽ നിന്ന് നീല ഊർജം പുറപ്പെടാൻ തുടങ്ങി. അത് അവളെ സംരക്ഷിക്കാനായി ധാത്രിയുടെ മുന്നിൽ ഒരു നീല വെള്ളത്തിന്റെ കണ്ണാടി തിരശീല സൃഷ്ടിച്ചു. ജലശക്തിയുള്ളവർക്ക് മാത്രം പ്രയോഗിക്കാവുന്ന ഒരു വിദ്യയാണ് ജലവാതായന വിദ്യ. ഇതൊരു ലളിതമായ സാങ്കേതികതയാണ്. എന്നാൽ ഒരിക്കൽ പഠിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ശക്തമായ ആക്രമണങ്ങളെ പോലും പ്രതിരോധിക്കാൻ ഇത് വളരെ സഹായമാകും. ജലകണ്ണാടിക്ക് ഏകദേശം 2 കാതം വീതിയും കനവും ഉണ്ടായിരുന്നു. സൂര്യൻ അസ്തമിച്ചു തുടങ്ങി. ആ കണ്ണാടി നിറം നീലയ്ക്ക് പകരം ഇളം ചുവപ്പായി കാണപ്പെട്ടു. അപ്പോഴേക്കും വായുവിലൂടെ അതിവേഗം വന്ന വാൽകഷ്ണങ്ങളും ഉരുളൻ കല്ലുകളും ജലകണ്ണാടി തട്ടി അകത്തേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ചു. പക്ഷേ ജലത്തിന്റെ ശക്തി കാരണം അവർക്ക് ജലത്താൽ നിർമ്മിച്ച കണ്ണാടി കടക്കാൻ കഴിഞ്ഞില്ല. അതിന്റെ വേഗത കുറഞ്ഞു. അത് നിലത്ത് വീണു. ഇരുവരുടെയും ശക്തിയുദ്ധം കണ്ടപ്പോൾ അവിടെ ഉണ്ടായിരുന്നവരെല്ലാം ആകെ ഞെട്ടി. അമരൻ ധാത്രിയെ എതിർത്ത് ശക്തി പ്രയോഗിക്കുമെന്ന് ആരും കരുതിയില്ല. കൂടാതെ ഇപ്പോൾ മഹായോഗത്തിൽ കഴിയുന്ന സ്ത്രീയെ എതിർക്കുക മാത്രമല്ല, അവളെ ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്തു അമരൻ. അവിടെ കൂടിയ മഹിളാമണികളുടെ ഹൃത്തടത്തിൽ അമരൻ ഒരിടം നേടി. അവന്റെ ആക്രമണ ശ്രമങ്ങളൊന്നും വിജയിച്ചില്ലെങ്കിലും അവൻ ഉറച്ചു നിന്നു. എല്ലാവരും അവന്റെ നിശ്ചയദാർഢ്യത്തിൽ അത്ഭുതത്തോടെ നോക്കി നിന്നു. പരാജയപ്പെട്ട ആക്രമണങ്ങളിൽ അമരൻ ഒട്ടും തളർന്നില്ല. അവൻ വീണ്ടും വീണ്ടും ശ്രമിച്ചുകൊണ്ടേയിരുന്നു. അടുത്തതായി വളരെ അപകടകരമായ ഒരു ആക്രമണം നടത്താൻ ധാത്രി ആലോചിച്ചു. അവൾ തന്റെ ശക്തിയിൽ അമരനെ ആകാശത്തേക്ക് എറിഞ്ഞു. അവൻ താഴെ വീഴുന്നതിന് മുമ്പ് അവൾ ചാട്ടയിൽ മുറുകെ പിടിച്ച് ചാട്ട വായുവിലേക്ക് എറിഞ്ഞു. ചാട്ട സർപ്പരൂപത്തിൽ ആകാശത്തേക്ക് ഉയരാൻ തുടങ്ങി. അത് നേരെ അമരന്റെ നേർക്കു നീങ്ങി. പാമ്പിനെ പോലെയുള്ള ചാട്ടുളി അമരന്റെ അടുത്ത് വന്നയുടൻ അമരൻ വാക്കുവിദ്യ പ്രയോഗിച്ച് കൈ നിലത്തേക്ക് തിരിച്ചു. ഈ വിദ്യ ഉപയോഗിച്ച് അമരനെ വേഗത്തിൽ നിലത്തേക്കും വായുവിലേക്കും വലിച്ചിഴച്ചു. അതിൽ നിന്നും അമരൻ വീണ്ടും രക്ഷപ്പെട്ടു. ആക്രമണത്തെ അതിജീവിച്ച അമരൻ ഉടൻ തന്നെ നിലത്തു നിന്നു. അതിനുശേഷം ഒട്ടും താമസിക്കാതെ അയാൾ ധാത്രിയെ ആക്രമിക്കാൻ തുടങ്ങി.
കൈയും കാലും കൊണ്ട് അവളെ ആക്രമിക്കാൻ അയാൾ ആഗ്രഹിച്ചു. വാളിന് പകരം കൈയും കാലും ഉപയോഗിച്ചാൽ മതിയെന്ന് അമരൻ കരുതി. അങ്ങനെ ധാത്രിയെ പരാജയപ്പെടുത്താമെന്ന് അമരൻ മനസ്സിൽ ഉറപ്പിച്ചു. ആക്രമിക്കാനായി അവൻ വേഗം ധാത്രിയെ സമീപിച്ചു. മുഷ്ടി, കൈമുട്ടുകൾ, കാലുകൾ എന്നിവ ഉപയോഗിച്ച് ധാത്രിയെ ആക്രമിക്കാൻ തുടങ്ങി. എന്നാൽ അമരന്റെ ആക്രമണങ്ങളിൽ നിന്ന് അവൾക്ക് എളുപ്പത്തിൽ രക്ഷപ്പെടാൻ കഴിഞ്ഞു. അമരൻ ദേഷ്യത്തോടെ തന്റെ ആക്രമണത്തിന്റെ വേഗത വർദ്ധിപ്പിച്ചു. തന്റെ ആക്രമണത്തിൽ കൂടുതൽ ശക്തി പ്രയോഗിക്കാൻ തുടങ്ങി. ആക്രമണങ്ങളെക്കുറിച്ച് മുൻകൂട്ടി അറിയാവുന്ന പോലെ ധാത്രി ഓരോന്നിൽ നിന്നും നിഷ്പ്രയാസം രക്ഷപ്പെടുന്ന രീതി അവളുടെ അനുഭവജ്ഞാനം നന്നായി കാണിച്ചു. ധാത്രിക്ക് അമരനിൽ നിന്ന് വളരെ എളുപ്പത്തിൽ രക്ഷപ്പെടാൻ കഴിഞ്ഞു. അമരൻ പിന്നെ ഒരു ദീർഘനിശ്വാസം എടുത്ത് വീണ്ടും ധാത്രിയെ ആക്രമിക്കാൻ തുടങ്ങി. ആ സമയം ധാത്രി ചാട്ടയുടെ അറ്റത്തുള്ള പാമ്പ് അമരന്റെ കാലിൽ പിടിച്ച് പതുക്കെ പിടിമുറുക്കാൻ തുടങ്ങി. പാമ്പിന്റെ പിടിയിൽ തന്റെ കാലുകൾ തളരുന്നതും കാലുകൾ അനക്കാൻ പോലും പറ്റാത്തതും അമരൻ തിരിച്ചറിഞ്ഞു. അധ്യായം 67. ധാത്രി അമരന്റെ കാലുകൾ ചാട്ട ഉപയോഗിച്ച് ബന്ധിച്ചു. അവൻ വളരെ ആയാസപ്പെട്ട് തന്റെ കാൽ ചലിപ്പിക്കാൻ ശ്രമിച്ചു. എന്നാൽ ധാത്രിയുടെ കണ്ണുകളിലേക്ക് നോക്കിയപ്പോൾ തന്നെ അവളുടെ കണ്ണുകളിലെ അനാദരവ് അവൻ കണ്ടു. ഇത് കണ്ട് അമരന് ദേഷ്യം വന്നു. അവസാന ശക്തി പ്രയോഗിച്ച് ധാത്രിയുടെ നേരെ അവൻ കൈ ഉയർത്തി. അഷ്ടശക്തികൾ എന്ന് 4 ദിക്കും കേൾക്കുമാറുച്ചത്തിൽ അമരൻ അലറി വിളിച്ചു. അമരന്റെ ശബ്ദം എല്ലാവരുടെയും കാതുകളിലെത്തി. ഈ നിമിഷം അവന്റെ മുഷ്ടികളിൽ കൂടി മഞ്ഞപ്രകാശം പ്രവഹിച്ചു. പിന്നെ അവൻ തന്റെ ശക്തികൾ ശേഖരിച്ച് ധാത്രിക്ക് നേരെ പ്രയോഗിച്ചു. വായുവിനെ ഭേദിച്ച് ആ ശക്തികൾ ധാത്രിയെ ലക്ഷ്യമാക്കി നീങ്ങാൻ തുടങ്ങി. അപ്രതീക്ഷിതമായി അമരൻ തനിക്ക് നേരെ ഈ തന്ത്രം പ്രയോഗിച്ചത് അവളെ ഞെട്ടിച്ചു. എന്ത് ചെയ്യണമെന്നറിയാതെ ധാത്രിയമ്മ സ്തംഭിച്ചു നിന്നു. ധാത്രിയുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അമരൻ ശ്രമിക്കുമെന്ന് എല്ലാവരും കരുതി. പക്ഷേ അമരൻ ധാത്രിയമ്മയെ തിരിച്ച് ആക്രമിക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല. പ്രത്യേകിച്ച് കാലിൽ ചുറ്റിയ പാമ്പുകളെ തുരത്താൻ അമരൻ പാടുപെടുമെന്ന് കരുതിയിരിക്കുമ്പോൾ അതാ അപ്രതീക്ഷിതമായി അയാൾ പ്രത്യാക്രമണം നടത്തിയിരിക്കുന്നു. അതുകൊണ്ട് ധാത്രിയുടെ മുഖത്തെ ചിരി പെട്ടെന്ന് അപ്രത്യക്ഷമായി. അമരൻ അയച്ച ശക്തികൾ ധാത്രിയിലെത്താൻ തുടങ്ങുമ്പോൾ ധാത്രി ഭയന്നുകൊണ്ട് തന്റെ കൈകളാൽ ഒരു ചെറിയ ചുഴലിക്കാറ്റ് സൃഷ്ടിച്ച് തന്റെ നേരെ വരുന്ന ശക്തികൾക്ക് നേരെ പ്രത്യാക്രമണം നടത്തി. ഇരുവശത്തു നിന്നും ശക്തികൾ ഏറ്റുമുട്ടിയതിനെ തുടർന്ന് എല്ലാവരെയും ഭയപ്പെടുന്ന സ്ഫോടനമുണ്ടായി. എന്നാൽ സ്ഫോടനത്തിന്റെ പുക നീങ്ങിയപ്പോൾ അമരനും ധാത്രിയും തമ്മിൽ ഏറ്റുമുട്ടുന്നത് എല്ലാവരും കണ്ടു. അമരൻ മറ്റൊരു ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടതിന് ശേഷം ധാത്രി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങളുടെ അവധിക്കാലം നേടാൻ പോകുന്നില്ലെന്ന് ഇപ്പോൾ നിങ്ങൾക്കറിയാമെന്ന് ഞാൻ കരുതുന്നു. ധാത്രി പറഞ്ഞു. ഇത് കേട്ട അമരൻ പാമ്പിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടു. അമരൻ മനസ്സിൽ ആലോചിച്ചു, ആക്രമിക്കാൻ പറ്റിയ അവസരം കിട്ടിയിട്ടും എനിക്കവരെ ആക്രമിക്കാൻ സാധിക്കുന്നില്ല. ഈ പരിശീലക അതിശക്ത മാത്രമല്ല, ബുദ്ധിശാലിയുമാണ്. അമരൻ ചിന്തിച്ചു. അവൻ ലജ്ജിച്ച് തലകുനിക്കുന്നത് കണ്ട ധാത്രി ചിരിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു, എന്താണ് അമര, എന്ത് സംഭവിച്ചു? മത്സരം ഏതാണ്ട് അവസാനിച്ചു. നിങ്ങൾക്ക് ഒരു ഘട്ടം മാത്രമേ ഇനി ബാക്കിയുള്ളൂ. പക്ഷെ ഇപ്പോൾ നിങ്ങൾക്ക് ധൈര്യമില്ലെന്ന് ഞാൻ കരുതുന്നു. നിന്റെ ധൈര്യം എല്ലാം ചോർന്നു പോയിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ മത്സരം ഇവിടെ അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അമരന്റെ അവസ്ഥ കണ്ട് ധാത്രി ചാട്ടയിലുണ്ടായിരുന്ന പാമ്പിനെ ചൂണ്ടി അത് അമരന്റെ അടുക്കിലേക്ക് വരാൻ തുടങ്ങി. അവൻ കണ്ണടച്ചത് കണ്ട് ധാത്രി ചിരിച്ചുകൊണ്ട് പാമ്പിനെ തിരികെ വിളിച്ചു. ചാട്ടുളി അവളുടെ കയ്യിൽ തിരിച്ചെത്തിയപ്പോൾ അമരൻ ശബ്ദത്തോടെ നിലത്തേക്ക് വീണു. ചാട്ടയുടെ ബന്ധനം അമരന്റെ കാലുകളിലേക്കുള്ള രക്തപ്രവാഹം തടഞ്ഞു. എഴുന്നേറ്റ് നിൽക്കാൻ പോലും വയ്യാതെ അമരൻ നിലത്ത് വീണു. നിലത്ത് കിടക്കുന്നത് കണ്ട് ധാത്രിക്കൊടുവിൽ അമരനോട് സഹതാപം തോന്നി. എന്നാൽ ഇതിനു പിന്നിൽ ധാത്രിയുടെ മറ്റൊരു ക്രൂരമായ ആക്രമണം ഒളിച്ചിരിക്കുന്നതായി ആരും അറിയുന്നില്ല. അപ്പോൾ പെട്ടെന്നവൾ ആ കടും നീല ചാട്ടയിലേക്ക് തന്റെ ഊർജം പകരാൻ തുടങ്ങി. പെട്ടെന്ന് ഇരുവരുടെയും തലയിൽ മേഘങ്ങൾ ഉരുണ്ടുകൂടുന്നത് എല്ലാവരും കണ്ടു. ചെറുതായി മഴ പെയ്യാൻ തുടങ്ങി.
അവൾ ശക്തി വർദ്ധിപ്പിച്ചപ്പോൾ മഴ ശക്തി പ്രാപിച്ചു. ഒടുവിൽ മഴയിൽ നിന്ന് വീണ വെള്ളം പെട്ടെന്നൊരു വലിയ സർപ്പമായി മാറാൻ തുടങ്ങി. പാമ്പ് സാവധാനം 15 അടി നീളത്തിൽ വളർന്നപ്പോൾ ജലസർപ്പത്തിന്റെ ചുവന്ന കണ്ണുകൾ തുറന്ന് അത് അമരന്റെ നേരെ തിരിഞ്ഞു. നിലത്ത് നനഞ്ഞ പാടുകൾ സൃഷ്ടിച്ച് സർപ്പം അമരന്റെ കാലുകളിലേക്ക് ഇഴയാൻ തുടങ്ങി. ആ ഇഴയുന്ന സർപ്പത്തെ കണ്ടവരെല്ലാം അമരനെ കുറിച്ചോർത്ത് വേവലാതിപ്പെടാൻ തുടങ്ങി. പിന്നെ എല്ലാവരുടെയും മനസ്സിൽ ഒരു ചോദ്യം മാത്രം അവശേഷിച്ചു. അമരന് ഇനി എന്ത് സംഭവിക്കും? ധാത്രി അവനെ കൊല്ലാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ധാത്രി അമ്മ നിർമ്മിച്ച ആ ജലസർപ്പത്തെ കണ്ടപ്പോൾ എല്ലാവരും ഭയന്നു. ധാത്രി സർപ്പത്തെ അമരന്റെ അടുത്തേക്ക് അയച്ചപ്പോൾ അത് അതിവേഗം നിലത്തുകൂടെ ഇഴഞ്ഞ് നീങ്ങാൻ തുടങ്ങി. അത് കണ്ട് വിമലാദേവി പറഞ്ഞു, അയ്യോ ജാനകി, നമ്മുടെ ധാത്രിയമ്മ എന്താണ് ചെയ്യുന്നത്? എന്തിനാണ് അമരനെതിരെ ഈ വിദ്യ ഉപയോഗിക്കുന്നത്? 2ാം ഘട്ട വിദ്യ ജലമല സർപ്പമാണ്. ഇത് കുമാരൻ ഒരുപാട് കുഴപ്പങ്ങൾ ഉണ്ടാക്കും. അമരൻ ഇതെങ്ങനെ നേരിടും എന്നറിയില്ല, അവൾ പരിഭ്രമത്തോടെ പറഞ്ഞു. ജാനകി അമരനെ അനുകമ്പയോടെ നോക്കി. അവിടെയുള്ള മിക്കവാറും എല്ലാവരും അമരനെ സഹതാപത്തോടെ നോക്കുന്നുണ്ടായിരുന്നു. ധാത്രി അമ്മ അമരനെ ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടി ചെയ്യുകയാണ് ഇതൊക്കെ. ഇരുവരിൽ ആരാണ് ശക്തനെന്നറിയാൻ കാത്തിരിക്കുകയാണ് ഏവരും. അതുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അത് മാത്രമല്ല, വരും കാലത്ത് ഇവിടെ പഠിക്കുന്ന ശിഷ്യഗണങ്ങൾക്കിടയിൽ ധാത്രി അമ്മയ്ക്കൊരു വില വേണമെങ്കിൽ അവർ തന്റെ ശക്തി പ്രദർശിപ്പിച്ചേ പറ്റൂ. അമരനെതിരെ ഒന്നും ചെയ്തില്ലെങ്കിൽ ധാത്രി അമ്മ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികൾ എങ്ങനെ ചിന്തിക്കും? അതുകൊണ്ടാണ് അവർ ഇങ്ങനെ ചെയ്യുന്നതെന്നാണ് ഞാൻ കരുതുന്നത് എന്ന് നിരാശയോടെ പറഞ്ഞു ജാനകി. അവൾ ധാത്രിയെ നോക്കി നെടുവീർപ്പിട്ടു. ധാത്രി സ്നേഹത്തിന്റെ മൂർത്തിഭാവമാണ്. തീർച്ചയായും അവർ അമരനെ കുഴപ്പത്തിലാക്കില്ല എന്ന പ്രതീക്ഷയോടെ അവർ ഇരുവരെയും നോക്കി നിന്നു. അമരൻ തോൽക്കുന്നത് ഓർക്കുമ്പോൾ വിഷമമുണ്ട്. എന്നാലും ധാത്രിയമ്മ അവനോട് ദയ കാണിക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ ഈ പാമ്പിനെ 15 അടിക്ക് പകരം 30 അടി നീളത്തിലാക്കാമായിരുന്നു. അവർ അമരനോട് തന്റെ യഥാർത്ഥ ശക്തി ഇനിയും വെളിപ്പെടുത്തിയിട്ടില്ല. പക്ഷെ പരസ്പരം പോരടിക്കുന്ന 2 പേരും എനിക്ക് വളരെ പ്രിയപ്പെട്ടവരാണ്. ഇവരിൽ ആരാവും ജയിക്കുക എന്ന് ജാനകി ചിന്തിച്ചു. ജാനകി ആ ഭയാനകത കാണാൻ കാത്തിരുന്നു. അതേസമയം അമരന്റെ അവസ്ഥ കണ്ട് രഘുനന്ദൻ വളരെ സന്തോഷിച്ചു. അവന്റെ മുഖത്ത് പുഞ്ചിരി വിടർന്നു. അവൻ ഉത്സാഹത്തോടെ അമരന്റെ അവസ്ഥ ആസ്വദിച്ചു. ഹേ അമര, നിനക്കിത് തന്നെ വേണം. നീ ഇപ്പോൾ ശരിക്കും കുടുങ്ങിയിരിക്കുന്നു. നീ ഞങ്ങളുടെ അടുത്ത് വന്ന് ഞാൻ മുതിർന്നവനാണെന്ന് പോലും നോക്കാതെ എന്നെ അപമാനിച്ചവനാണ് നീ. ഇന്ന് നിന്റെ കഥ അവസാനിക്കാൻ പോകുന്നു. ധാത്രിയമ്മ നിന്നെ കൊല്ലാൻ പോവുകയാണ്. ഇത്തരത്തിൽ ചിന്തിച്ച് രഘുനന്ദൻ ആകാംക്ഷയോടെ അമരനെ നോക്കി നിന്നു. അതേസമയം 15 അടി നീളമുള്ള ആ ജലസർപ്പം അമരന്റെ അടുത്തേക്ക് വന്നു. അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴികൾക്കായി അമരൻ ചുറ്റിലും നോക്കാൻ തുടങ്ങി. സർപ്പം അവന്റെ അടുത്ത് വന്ന് തലയും വിരിച്ചു നിന്നു. അമരൻ ആ സമയം ഒരു മഹായോഗി ശക്തിയെ എതിർക്കാൻ തനിക്കാവില്ലെന്ന് മനസ്സിലാക്കി. അത് വളരെ അപകടകരമാണെന്ന് അവൻ അറിയാമായിരുന്നു. എന്നിട്ട് പുഞ്ചിരിയോടെ അമരൻ ധാത്രിയെ നോക്കി. അവനിപ്പോൾ വളരെ ക്ഷീണിതനാണ്. മനസ്സ് സഹകരിക്കുന്നുണ്ടെങ്കിലും അവന്റെ ശരീരം സഹകരിക്കാൻ വിസമ്മതിക്കുകയായിരുന്നു. അമരൻ ഒരു ദീർഘനിശ്വാസമെടുത്ത് കണ്ണുകളടച്ചു. ആ സമയം ധാത്രി സർപ്പത്തിന് അമരനെ ആക്രമിക്കാൻ നിർദ്ദേശം നൽകി. സർപ്പം ശരീരം ചലിപ്പിച്ച് അമരനെ നോക്കിക്കൊണ്ടിരുന്നു. എന്നിട്ട് അവനെ ആക്രമിക്കാൻ വായ തുറന്നപ്പോൾ അമരൻ പുഞ്ചിരിച്ചുകൊണ്ട് മോതിരം തടവിക്കൊണ്ട് പറഞ്ഞു, ഗുരു, മഹായോഗാവസ്ഥയിലുള്ള യോദ്ധാക്കളോട് എനിക്ക് യുദ്ധം ചെയ്ത് ജയിക്കാൻ കഴിയില്ലെന്ന് മനസ്സിലായി. ഗുരു, എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് സഹായിക്കൂ. അമരൻ പതിയെ മന്ത്രിച്ചു. അത് കേട്ട് വരുണമിത്രൻ മോതിരത്തിൽ നിന്ന് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അവസാനം ഈ സത്യം നിനക്ക് മനസ്സിലായല്ലേ അമര? അഭിനന്ദനങ്ങൾ. വരുണമിത്രൻ പറഞ്ഞു. ഇത് കേട്ട് അമരൻ ഈർഷ്യയോടെ പറഞ്ഞു, അയ്യോ ഗുരു, അങ്ങിപ്പോൾ കളി പറയുകയാണോ? ഞാൻ ജീവന് വേണ്ടി പോരാടുകയാണ്. ഗുരു, രക്ഷപ്പെടാൻ എന്തെങ്കിലും വഴി പറഞ്ഞു തരൂ. നീ നിന്റെ പരിമിതികൾ മനസ്സിലാക്കിയോ കുമാര? ശക്തനായ ഒരാളുടെ മുന്നിൽ അശ്രദ്ധമായി പോരാടരുത്. ശത്രുവിന്റെ ഫലം നമ്മൾ അറിയണം. നമ്മളെക്കാൾ ശക്തനായ ഒരാളോട് യുദ്ധത്തിൽ ഏർപ്പെടരുത്. ഇത് നിനക്കൊരു നല്ല പാഠമായിരിക്കും അമര. ശത്രുവിന്റെ ശക്തി അറിഞ്ഞുകൊണ്ട് നമ്മൾ അവരെ ചെറുക്കണം.
ശരി, നീ ആകുലപ്പെടേണ്ടതില്ല. രക്ഷപ്പെടാൻ ഇനിയും സമയമുണ്ട്. ശക്തികൾക്കൊപ്പമുള്ള യാത്രയ്ക്ക് അതിരുകളില്ല. അതൊരു ദീർഘയാത്രയാണ്. വരുണമിത്രൻ പറഞ്ഞു. അപ്പോൾ അമരന് പെട്ടെന്നൊരു മാർഗം കിട്ടി. തലയാട്ടിക്കൊണ്ട് വരുണമിത്രനോട് മറുപടി പറഞ്ഞു. ഒരു ദീർഘയാത്ര? ഗുരു, അങ്ങ് അതിബുദ്ധിമാനാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ സർപ്പം തന്റെ അടുത്തേക്ക് വരുന്നത് അവൻ ശ്രദ്ധിച്ചു. അവിടെ കൂടിയിരുന്ന എല്ലാവരുടെയും ഹൃദയമെടുപ്പ് നിലച്ചു. ശ്വാസം വിടാൻ പോലും മറന്ന് എല്ലാവരും അമരനെ നോക്കി നിന്നു. എന്നാൽ അപ്പോഴേക്കും അമരൻ നിലത്തുരുണ്ട് സർപ്പത്തിന്റെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. അതിനുശേഷം അവൻ എഴുന്നേറ്റ് വേഗത്തിൽ ഓടാൻ തുടങ്ങി. അവൻ ഓടുന്നത് കണ്ട ആർക്കും തന്നെ അമരൻ എന്താണ് ചെയ്യാൻ ശ്രമിക്കുന്നതെന്ന് മനസ്സിലായില്ല. അവൻ സർപ്പത്തിൽ നിന്ന് ഓടിപ്പോകുന്നത് കണ്ട് ധാത്രി തല കുലുക്കിക്കൊണ്ട് സർപ്പത്തെ അനുഗമിച്ചു. സർപ്പത്തിൽ നിന്നും രക്ഷപ്പെടാൻ അമരൻ അതിവേഗം ഓടുകയായിരുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ അമരൻ സർപ്പത്തെ കുറച്ചു നിമിഷങ്ങൾ ആശയക്കുഴപ്പത്തിലാക്കാൻ വേണ്ടി ചെയ്യുകയായിരുന്നു അങ്ങനെയൊക്കെ. പക്ഷേ നിർഭാഗ്യവശാൽ അമരന് അധിക നേരം ഇത് ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പോഴത്തേക്കും അവന്റെ അടുത്തേക്ക് സർപ്പം വന്നു കഴിഞ്ഞിരുന്നു. സർപ്പത്തിന്റെ ശ്വാസത്തിലെ തണുപ്പ് അമരൻ അറിയുന്ന വിധത്തിൽ അടുത്തായിരുന്നു സർപ്പം. അമരൻ പെട്ടെന്ന് ഒരു പാറയിൽ കാലുകൾ കയറ്റി പെട്ടെന്ന് മുകളിലേക്ക് കയറി നിന്നു. ആ സമയം കൊണ്ട് തന്നെ സർപ്പം തന്റെ അടുത്തേക്ക് വരുന്നത് അമരൻ കണ്ടു. ഉടൻ തന്നെ തന്റെ മോതിരം ഉപയോഗിച്ച് അവൻ സർപ്പത്തിന്റെ വായിലേക്ക് ശക്തമായി കുത്തി. അമരന്റെ പ്രഹരത്തിൽ നീളമുള്ള ആ വലിയ ജലസർപ്പം പൊട്ടിച്ചിതറി ജലത്തിൽ ലയിച്ചു. നിലത്ത് നിറയെ സമുദ്രത്തിന് സമാനമായ വെള്ളം തന്നെയുണ്ടായി. ആ സമുദ്രത്തിൽ അമരൻ മുങ്ങാൻ തുടങ്ങി. അമരൻ പതിയെ ജലത്തിലേക്ക് മുങ്ങുന്നത് എല്ലാവരും കണ്ടു. അവന്റെ അടയാളം പോലും എങ്ങും കണ്ടില്ല. ഇത് കണ്ടപ്പോൾ ധാത്രിക്ക് അമരൻ ജലത്തിൽ തളർന്നു വീണതാകുമെന്ന് മനസ്സിലായി. കാരണം അവൻ ഉപയോഗിച്ച ശക്തി അമരന്റെ ഇന്ദ്രിയങ്ങളെ തളർത്താൻ തക്ക തീക്ഷ്ണമായിരുന്നു. ധാത്രി പെട്ടെന്ന് ജാനകിയുടെ നേരെ തിരിഞ്ഞു. ഒരു ആംഗ്യത്തിലൂടെ അവൾ ജാനകിയെ അവൾക്കരികിലേക്ക് വിളിപ്പിച്ചു. ജാനകി, അമരനെ ജലത്തിൽ നിന്നും പോയി കണ്ടുപിടിച്ച് പുറത്തേക്ക് കൊണ്ടുവരൂ. കുറെ നേരം വെള്ളത്തിൽ കിടന്നാൽ ജീവൻ അപകടത്തിലാവും. ധാത്രി ജാനകിയോട് പറയുന്നതിനിടയിൽ പെട്ടെന്ന് ധാത്രിയുടെ കണ്ണുകൾ വെള്ളം നിറഞ്ഞ തറയിലേക്ക് വീണു. അവിടെ കണ്ട കാഴ്ച കണ്ട് ധാത്രി അമ്പരന്നു. അമരൻ തന്റെ ചെവിയിൽ ചെറുവിരൽ ഇട്ട് കുലുക്കിക്കൊണ്ട് തന്റെ ചെവിയിൽ കയറിയ വെള്ളം കളയുന്നതിനിടയിൽ അമരൻ ധാത്രിയെ നോക്കി പുഞ്ചിരിച്ചു. ഇത് കണ്ട് ധാത്രി ഞെട്ടി. തന്നെ നോക്കിക്കൊണ്ട് ഞെട്ടി നിൽക്കുന്ന ധാത്രിയോട് അമരൻ പറഞ്ഞു, എന്നോട് ക്ഷമിക്കൂ ധാത്രി അമ്മേ, എനിക്കിപ്പോൾ 1 വർഷത്തെ അവധി അനുവദിക്കുമോ? അമരൻ സുരക്ഷിതനാണെന്ന് കണ്ട എല്ലാവർക്കും ആശ്വാസം തോന്നിയെങ്കിലും ആശ്വാസത്തിലുപരി അമ്പരപ്പായിരുന്നു ഏവർക്കും. ഇതെങ്ങനെ സാധിച്ചു എന്നാലോചിച്ച് തല പുകച്ചു ജനങ്ങളെല്ലാം. അമരന്റെ വസ്ത്രം അല്പം നനഞ്ഞിരുന്നു എന്നല്ലാതെ വേറെ പരിക്കുകളൊന്നും തന്നെ അമരനുണ്ടായിരുന്നില്ല. ഞാൻ ഇവനെ ശരിക്കും മനസ്സിലാക്കിയില്ലെന്ന് തോന്നുന്നു. അമരനിൽ എന്തോ അസാധാരണമായ ഒരു പ്രത്യേകതയുണ്ട്. അവർ എന്തോ ആലോചിക്കുന്നത് കണ്ട് അമരൻ പറഞ്ഞു, ധാത്രിയമ്മ, ഞാൻ എങ്ങനെ രക്ഷപ്പെട്ടു എന്ന് നിങ്ങൾ അത്ഭുതപ്പെടുന്നില്ലേ? അത് നിങ്ങൾ കാരണമാണ്. ഞാൻ ശരിക്കും ഭാഗ്യവാനാണ്. ഒരുപക്ഷെ നിങ്ങൾ നിങ്ങളുടെ സർവശക്തിയും എനിക്കുമേൽ ഉപയോഗിച്ചിരുന്നെങ്കിൽ ഞാനിപ്പോൾ ഉണ്ടാവില്ലായിരുന്നു. അവൻ താഴ്മയോടെ പറഞ്ഞു. ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് ധാത്രി ചോദിച്ചു, അപരാജിതന്റെ നിലവാരമുള്ള ഒരു പുതിയ വിദ്യാർത്ഥിയിൽ ഞാൻ എന്റെ എല്ലാ ശക്തിയും പ്രയോഗിച്ചാൽ രക്ഷമല്ലർ പരിശീലന കളരി എന്നെ വെറുതെ വിടുമോ? അവർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അമരൻ മറുപടി പറയാതെ നിശബ്ദനായി ധാത്രിയുടെ വാക്കുകൾക്കായി കാതോർത്തിരുന്നു. അവൻ തന്റെ തീരുമാനത്തിനായി കാത്തിരിക്കുകയാണെന്ന് ധാത്രിക്ക് മനസ്സിലായി. ശരി അമര, ഈ മത്സരത്തിൽ നിനക്ക് ഇത്രയും നേരം പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞതിനാൽ ഞാൻ നിനക്ക് 1 വർഷത്തെ അവധി അനുവദിച്ചു തരുന്നു. പക്ഷേ ഇതിന് എനിക്ക് പരിശീലന കളരിയിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി ഒരുപാട് സമ്മർദ്ദം ചെലുത്തേണ്ടി വരും. ശരി, അതെന്റെ ഉത്തരവാദിത്തമാണല്ലോ, ഞാനത് ചെയ്തേ പറ്റൂ, ധാത്രി പറഞ്ഞു. ഇത് കേട്ട് അമരൻ പുഞ്ചിരിച്ചുകൊണ്ട് നന്ദി പറഞ്ഞു. നിങ്ങളുടെ സഹായത്തിന് വളരെ നന്ദി ധാത്രിയമ്മ. ജാനകി പറഞ്ഞത് ശരിയാണ്. നിങ്ങളൊരു മികച്ച ഗുരുനാഥയാണ്, അമരൻ ഹൃദയപൂർവ്വം പറഞ്ഞു. അമരൻ തന്നെ പുകഴ്ത്തി പറയുകയാണെന്ന് ധാത്രി അമ്മയ്ക്ക് തോന്നി. അവർ മന്ദസ്മിതം തൂകി. അവനെ ശ്രവിച്ചു നിന്നു. എന്നിട്ട് പറഞ്ഞു,
നിങ്ങൾ ഇത്രയധികം നിങ്ങളുടെ ശക്തിക്ക് അതീതമായി പോരാടുകയും ഇത്രയും വലിയ അവധിയെടുക്കുകയും ചെയ്യുന്നത് എന്താണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല അമര. ഇവിടെ വരുന്ന എല്ലാ വിദ്യാർത്ഥികളും അവരുടെ സമയം ഇവിടെ ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ നിങ്ങൾ മാത്രമാണ് അതിന് വിപരീതമായി പെരുമാറിയ വിദ്യാർത്ഥി. ധാത്രി അമ്മ പറഞ്ഞത് കേട്ട് അമരൻ പുഞ്ചിരിയോടെ നിന്നു. അധ്യായം 68. ഗുരുനാഥയുമായുള്ള മത്സരത്തിൽ ശിഷ്യനായ അമരൻ ജയിച്ചു. മത്സരത്തിൽ ജയിച്ചാൽ 1 വർഷത്തേക്ക് അവധി നൽകാമെന്ന് വാക്കു ധാത്രി പാലിച്ചു. എന്നാൽ ഈ കാര്യം ദക്ഷമല്ലർ പരിശീലന കളരിയുടെ ഉന്നതതലത്തിൽ അറിയിക്കുമ്പോൾ താൻ നേരിടേണ്ടി വരുന്ന പ്രയാസങ്ങളെക്കുറിച്ച് ഓർത്തപ്പോൾ ധാത്രിക്ക് വിഷമം തോന്നി. അമരന് അവരുടെ ആകുലത മനസ്സിലായി. അമരന്റെ മനസ്സിൽ തന്റെ നിർബന്ധം മൂലം ധാത്രി അമ്മയ്ക്ക് നാണക്കേട് നേരിടേണ്ടി വരുമോ എന്ന ആശങ്ക നിറഞ്ഞു. അമരൻ ഒന്നും മിണ്ടാതെ അവിടെ തന്നെ നിന്നു. മത്സരത്തിനും ഫലപ്രഖ്യാപനത്തിനും ശേഷം ധാത്രി എല്ലാ വിദ്യാർത്ഥികളെയും വിളിച്ചു ചേർത്തു. തുടർന്ന് ധാത്രി അമ്മ സംസാരിച്ചു തുടങ്ങി. എന്റെ പ്രിയ വിദ്യാർത്ഥികളെ, ഇന്നത്തെ പ്രവേശന പരിപാടികൾ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ നഗരത്തിൽ ഒരാഴ്ച കൂടി താമസിച്ച് അടുത്ത പുതിയ വിദ്യാർത്ഥികളെ കൂടി തിരഞ്ഞെടുത്ത ശേഷം നമുക്കിവിടെ നിന്നും മടങ്ങണം. ഇനി നിങ്ങൾക്ക് പോകാം. ഇത് കേട്ട് ആളുകളെല്ലാം സമ്മതത്തോടെ തലയാട്ടി. ഹൗ, പിതാവിന്റെ പ്രശ്നവും പരിശീലന കളരിയിലെ അവധിയുമെല്ലാം ഇപ്പോൾ പരിഹരിച്ചു കഴിഞ്ഞു. ഇനി സമാധാനമായി ഗുരുവുമൊത്ത് പുതിയ വിദ്യകൾ പഠിക്കുന്നതിൽ മുഴുകണം. അമരൻ ആശ്വാസത്തോടെ ചിന്തിച്ചു. അതിനിടയിൽ അമരൻ എന്തോ ആലോചിച്ച് ധാത്രിയോട് പറഞ്ഞു. ധാത്രിയമ്മേ, അവിടുന്ന് പാഞ്ചാല നഗരത്തിൽ ഉണ്ടാവുമ്പോൾ അവിടത്തേക്ക് ഒരാഴ്ച നമ്മുടെ താരകയെ കൊട്ടാരത്തിൽ താമസിച്ചുകൂടെ? അമരൻ ചോദിച്ചു. ഇത് കേട്ട് അവർ അല്പം അമ്പരന്നു. കാരണം ഇന്നേ വരെ ആരും തന്നെ സ്വഗൃഹത്തിലേക്ക് ക്ഷണിച്ചിരുന്നില്ല. മടിച്ചായിരുന്നു അമരൻ ആ കാര്യം അമ്മയോട് അന്വേഷിച്ചത്. അമര, നീ നിന്റെ കൊട്ടാരത്തിലേക്ക് എന്നെ വിളിച്ചതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. എന്നാൽ സാധാരണയായി ആരുടെ ഗൃഹത്തിലും പോയി താമസിക്കുന്ന പതിവ് ദക്ഷമല്ലർ പരിശീലന കേന്ദ്രത്തിലെ ഗുരുക്കന്മാർക്കില്ല. ദയവായി ഞങ്ങൾക്ക് താമസിക്കാൻ ഒരു സ്ഥലം ക്രമീകരിക്കുക. ഞങ്ങളെ അവിടെ താമസിക്കാൻ അനുവദിക്കുക. എന്തുപറ്റി ധാത്രിയമ്മ? അവിടുന്ന് ഞങ്ങളുടെ കൊട്ടാരത്തിൽ വന്ന് താമസിച്ചാൽ അത് ഞങ്ങളുടെ ഭാഗ്യമാണെന്നാണ് ഞങ്ങൾ കരുതുന്നത്. അത് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല, മറിച്ച് വളരെയേറെ സന്തോഷമുള്ള കാര്യമാണ്. ദയവായി അവിടുന്ന് കൊട്ടാരത്തിൽ വന്ന് വിശ്രമിച്ചാലും. അമരൻ പറഞ്ഞു. ഏതെങ്കിലും വംശത്തെ അനുകൂലിക്കുന്നതോ നിരസിക്കുന്നതോ ആയ രീതിയിൽ പ്രവർത്തിക്കാതിരിക്കാൻ ദക്ഷമല്ലർ പരിശീലന കളരി എക്കാലത്തും ശ്രദ്ധിച്ചിരുന്നു. അതിനാൽ അവർ ഇതുവരെ ആരുടെയും പ്രദേശത്ത് തങ്ങിയിട്ടില്ല. അവർ വളരെ കാലമായി ഇത്തരത്തിൽ തന്നെയായിരുന്നു അനുവർത്തിച്ചു പോന്നിരുന്നത്. എന്നാൽ പാഞ്ചാല നഗരത്തിലെ ജനങ്ങൾക്ക് പരിശീലന കളരിയോട് എത്രമാത്രം ബഹുമാനവും സ്നേഹവും ഉണ്ടെന്ന് അമരന് നന്നായി അറിയാമായിരുന്നു. അതിനാൽ ധാത്രി താരകയെ കൊട്ടാരത്തിൽ താമസിച്ചാൽ താരകയെ കുടുംബത്തിന്റെ പേരും നിലയും പാഞ്ചാല നഗരത്തിൽ വർദ്ധിക്കുമെന്ന് അമരൻ കരുതി. ധാത്രി ദക്ഷമല്ലർ പരിശീലന കേന്ദ്രത്തിലെ തന്നെ ഏറ്റവും ആദരണീയയും ശക്തിയുമായ ഗുരുവാണെന്നത് അമരന് നന്നായി അറിയാമായിരുന്നു. ധാത്രിയെ തന്റെ കൊട്ടാരത്തിൽ താമസിപ്പിച്ചാൽ തന്റെ കുട്ടികളെ പരിശീലന കളരിയിൽ അയക്കാൻ സ്വപ്നം കാണുന്ന പാഞ്ചാല നഗരത്തിലെ മാതാപിതാക്കൾ ധാത്രിയെ കാണാൻ കൊട്ടാരത്തിൽ വരുമെന്ന് അമരൻ ചിന്തിച്ചു. അതുകൊണ്ട് ധാത്രി അവരുടെ കൊട്ടാരത്തിൽ താമസിക്കാൻ സമ്മതിച്ചാൽ പാഞ്ചാല നഗരത്തിലെ ചെറുതും വലുതുമായ എല്ലാ രാജവംശങ്ങളും താരകേയ രാജവംശത്തോട് നന്ദിയുള്ളവരായിരിക്കുമെന്ന് അമരൻ കരുതി. കൂടാതെ മരുന്ന് യുദ്ധത്തിന് ശേഷം പിതാവിന്റെ ശിരസ് വീണ്ടും അഭിമാനത്തോടെ ഉയരണമെന്ന് അവൻ ആഗ്രഹിച്ചു. അതിനായി അമരൻ എന്തെങ്കിലും ചെയ്യണമെന്ന് കരുതി. എന്നാൽ അമരന്റെ വാക്കുകൾ കേട്ട് ധാത്രി തീരെ സന്തോഷിച്ചില്ല. കാരണം പരിശീലന കളരിയിലെ പരിശീലകർ ഒരു പ്രത്യേക വ്യക്തിയുടെയും ഗൃഹത്തിൽ താമസിക്കുന്നത് അവരുടെ രീതിയല്ലായിരുന്നു. സാധാരണയായി ആരെങ്കിലും പരിശീലകരെ സ്വഗൃഹത്തിലേക്ക് ക്ഷണിച്ചാൽ അവർ പുഞ്ചിരിച്ചുകൊണ്ട് നിരസിക്കുകയായിരുന്നു പതിവ്. എന്നാൽ ഇത്തവണ അമരൻ ധാത്രിയെ വിളിച്ചപ്പോൾ വരില്ല എന്ന് പറയാൻ അവൾക്ക് കുറച്ചു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അമരന്റെ ക്ഷണം നിരസിക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. കാരണം അമരന്റെ പേര് അവരുടെ പരിശീലന കളരിയുടെ ചരിത്രത്തിലെ ഏറ്റവും ശക്തരായ വ്യക്തികളിൽ ഒരാളായി മാറുമെന്ന് അവൾക്ക് വിശ്വാസമുണ്ടായിരുന്നു. താൻ നിരസിച്ചാൽ അവന്റെ മനസ്സ് വിഷമിക്കുമെന്ന് അവൾ ഭയപ്പെട്ടു. കാരണം അമരനെ പോലെ മറ്റൊരു വിദ്യാർത്ഥിയെ കണ്ടെത്തുക അസാധ്യമാണെന്ന് അവൾക്കും അറിയാമായിരുന്നു. ഇതാലോചിച്ച് ധാത്രി ചിരിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു. ശരി അമര,
ഒരു ദിവസം ഞാൻ നിന്റെ ക്ഷണം സ്വീകരിച്ച് താരകയെ കൊട്ടാരത്തിൽ താമസിക്കുന്നതാണ്. ധാത്രിയുടെ ഈ വാക്കുകൾ കേട്ട് ജാനകി സന്തോഷത്താൽ തുള്ളിച്ചാടി. എന്ന് ഉറക്കെ ആരവും മുഴക്കിക്കൊണ്ട് ജാനകി ധാത്രിയെ കെട്ടിപ്പിടിച്ചു. എനിക്ക് സന്തോഷമായി ധാത്രിയമ്മ. നിങ്ങൾ സമ്മതിക്കുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. എനിക്ക് വളരെ സന്തോഷമുണ്ട്. നിങ്ങൾക്കറിയാമോ എന്റെ സന്തോഷം? അവൾ ആവേശത്തോടെ പറഞ്ഞു. അപ്പോൾ ധാത്രി രഘുനന്ദനെ നോക്കി പറഞ്ഞു, രഘുനന്ദ, പ്രിയ ശിഷ്യ, നീയും മാണിക്കനും നാളെയും കൃത്യസമയത്ത് മൈതാനത്തിൽ വരണം. ഇന്നത്തെ പോലെ അനാവശ്യമായ പ്രശ്നങ്ങൾ സൃഷ്ടിക്കരുത്. നമ്മുടെ കളരിക്ക് ചില നിയമങ്ങളുണ്ട്, അത് മറക്കരുത്. ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. രഘുനന്ദൻ ധാത്രി അമ്മയുടെ വാക്കുകൾ ശിരസാ വഹിച്ച് നിശബ്ദമായി തലയാട്ടി. എന്നിട്ട് പറഞ്ഞു, ഇല്ല ധാത്രി അമ്മ, ഞങ്ങളൊരു പ്രശ്നവും ഉണ്ടാക്കില്ല. ഞങ്ങളെ വിശ്വസിക്കൂ. അയാൾ ഉറപ്പു നൽകി. ദക്ഷമല്ലർ പരിശീലന കളരിയിലെ പരിശീലകർ താരകേയ രാജവംശരുടെ കൊട്ടാരത്തിലേക്ക് വന്ന വാർത്ത അതിവേഗം പാഞ്ചാല നഗരമാകെ പരന്നു. അരുണേന്ദ്രനും രാജസന്നിധിയിൽ ഉണ്ടായിരുന്ന മറ്റെല്ലാ മുതിർന്നവരും വാർത്ത കേട്ട് അമ്പരന്ന് നിന്നു. അവർ ബഹുമാനത്തോടെ ഉടൻ തന്നെ പ്രധാന കവാടത്തിലേക്ക് നീങ്ങാൻ തുടങ്ങി. അവിടെ ചില യുവതികളെയും തീർത്ഥാടകരെയും കണ്ടു. അരുണേന്ദ്രൻ അവരെ എല്ലാവരെയും ഇരു കൈയും നീട്ടി സ്വീകരിച്ചു. അദ്ദേഹത്തെ പോലെ അവിടെയുള്ള എല്ലാ മുതിർന്നവരും അവരെ ബഹുമാനപൂർവ്വം സ്വീകരിച്ചു. പിതാവേ, ഇവർ രക്ഷമല്ലർ പരിശീലന കളരിയിലെ അധ്യാപകരാണ്. ഇത് പ്രധാന പരിശീലക ധാത്രി അമ്മ. വന്നിട്ടുള്ള മറ്റെല്ലാ പെൺകുട്ടികളും രക്ഷമല്ലർ പരിശീലന കളരിയിലെ വിദ്യാർത്ഥിനികളാണ്. ഇത് കേട്ട് അരുണേന്ദ്രൻ ഉടനെ ഒഴിഞ്ഞ മുറികൾ ഒരുക്കുവാൻ സേവകരോട് സന്തോഷത്തോടെ ആജ്ഞാപിച്ചു. തുടർന്ന് അമരൻ തന്റെ എല്ലാ ഭൃത്യന്മാരെയും വിളിച്ചു. ഇവരെല്ലാം നമ്മുടെ കൊട്ടാരത്തിലെ വിശിഷ്ടാതിഥികളാണ്. അവരെല്ലാം ഇവിടെ തങ്ങാൻ പോകുന്നു. അവർക്ക് ആവശ്യമുള്ളതെന്തും ഏർപ്പാട് ചെയ്ത് അവരെ നന്നായി നോക്കേണ്ടത് നിങ്ങളുടെ കടമയാണ്, യുവരാജാവ് പറഞ്ഞു. എല്ലാവരും തലകുലുക്കി അമരൻ പറഞ്ഞത് സമ്മതിച്ചു. ധാത്രിയും മറ്റു മഹിളകളും ഈ ആതിഥ്യത്തിന് അവർ അരുണേന്ദ്രന് നന്ദി പറഞ്ഞു. അരുണേന്ദ്രൻ അത് കണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് അവരോട് പറഞ്ഞു, ഇതിൽ നന്ദി പറയാനൊന്നുമില്ല. നിങ്ങൾ ഞങ്ങളുടെ കൊട്ടാരത്തിൽ വന്നത് ഞങ്ങളുടെ ഭാഗ്യമാണ്. പരിചാരകന്മാർ എല്ലാവരെയും അവരവരുടെ മുറിയിലേക്ക് കൊണ്ടുപോയി. വേണ്ടവിധം അവരെ പരിചരിച്ചു. ധാത്രിയുടെ വരവ് താരകേയ കൊട്ടാരത്തിൽ ജനത്തിരക്കുണ്ടാക്കി. ഓരോ അംഗവും ധാത്രിയെ ദർശിക്കാൻ ആഗ്രഹിച്ചു. താരകേയ രാജവംശത്തിലെ എല്ലാ യുവാക്കളും ധാത്രിയെ മാത്രമല്ല അവളുടെ കൂടെയുള്ള സുന്ദരികളായ സ്ത്രീകളെയും കാണാൻ ആവേശഭരിതരായി. അതേസമയം എല്ലാ യുവാക്കളും അമരനെ ഓർത്ത് അസൂയപ്പെട്ടു. കാരണം അമരന്റെ ചുറ്റും എപ്പോഴും സ്ത്രീകളുടെ തിരക്കായിരുന്നു. ആ ദിവസം ആഹ്ലാദഭരിതമായി കടന്നുപോയി. എല്ലാ അതിഥികൾക്കും സ്വാദിഷ്ടമായ അത്താഴം നൽകി. രാജവംശത്തിലെ അംഗങ്ങൾ കളരിയിലെ അംഗങ്ങളുമായി സംഭാഷണത്തിൽ ഏർപ്പെടുന്നത് അമരന്റെ ശ്രദ്ധയിൽപ്പെട്ടു. തന്റെ മുറിയിലേക്ക് പോകാനുള്ള ശരിയായ സമയമാണിതെന്ന് അവന്റെ മനസ്സിൽ തോന്നി. അങ്ങനെ ഒഴിവ് കഴിവ് പറഞ്ഞ് അമരൻ നേരെ തന്റെ മുറിയിലേക്ക് പോയി. അവിടെ അവൻ കട്ടിലിൽ വിശ്രമിച്ചു. അപ്രതീക്ഷിതമായി ഇന്നലെ മാണിക്കനോടും ധാത്രിയോടും പൊരുതി. ശരീരത്തിന്റെ ഓരോ ഭാഗത്തും കഠിനമായ വേദന അമരൻ അനുഭവപ്പെട്ടു. ശരിയായ വിശ്രമം അവൻ ആവശ്യമായിരുന്നു. അവൻ സ്വയം മറന്ന് സമാധാനമായി ഉറങ്ങി. പിറ്റേന്ന് രാവിലെ സൂര്യരശ്മികൾ മുഖത്തടിച്ചപ്പോൾ അമരൻ പെട്ടെന്ന് എഴുന്നേറ്റു. മുഖം വെള്ളത്തിൽ കഴുകി മോതിരം തടവി വരുണമിത്രനോട് ചോദിച്ചു, ഗുരു, നമ്മൾ എപ്പോഴാണ് പാഞ്ചാല നഗരം വിടുക? ഇത് കേട്ട് വരുണമിത്രൻ തന്റെ വൃത്തത്തിൽ നിന്ന് പുറത്തു വന്ന് അവനോട് പറഞ്ഞു, എന്താണ് അമര, രാവിലെ എഴുന്നേറ്റയുടൻ ചോദ്യം ചോദിക്കുകയാണോ? എന്ത് സംഭവിച്ചു? നീ സ്വപ്നം കണ്ടോ? സ്വപ്നമാണ് ഗുരു, പക്ഷെ ഉറങ്ങുമ്പോൾ വരുന്ന സ്വപ്നമല്ല, ഉണർന്നിരിക്കുമ്പോൾ വരുന്ന ഒരു അതിമോഹമാണ്. ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ച് രക്ഷമല്ലർ പരിശീലന കളരിയിൽ കയറി. അതുമാത്രമല്ല, ഒരു വർഷം അവധിയെടുത്തു. ഇനി എന്താണ് ചെയ്യേണ്ടത്? അമരൻ ചോദിച്ചു. ശരിയാണ് അമര, നീ പറയുന്നതെല്ലാം ശരിയാണ്. എന്നാൽ പാഞ്ചാല നഗരം വിട്ടു പോകുന്നതിന് മുൻപ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്.